നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ നിൽക്കുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ്. ഇതിപ്പോൾ ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇൻട്രോ എടുക്കുന്നത്. സെക്യൂരിറ്റി ചെക്കിങ് അല്ലല്ലോ, ബാഗ് ചെക്കിൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് UK പോവാണ്, ലണ്ടൻ അല്ലേ. ഇവിടെ നിന്ന് പറയാടി, നമുക്ക് കൊച്ചി ടു ലണ്ടൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഡൽഹി ടു ലണ്ടൻ അതാണ്. അപ്പോൾ ഡൽഹിയിലെന്ന് പറഞ്ഞാൽ ഏകദേശം 2 മണിക്കൂർ ലേവറേ ഉള്ളൂ. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഏകദേശം 9 മണിക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയാവുന്നു. ഞങ്ങൾ നല്ല ലേറ്റ് ആയിട്ടാവുന്നു അല്ലേ പൊന്നു. ഞങ്ങൾ വളരെ നേരത്തെ ഇറങ്ങി. അതെ, ഞങ്ങൾ വള്ളി പിടിച്ചാണ് ഇവിടെ വരെ എത്തിയത്. അപ്പം വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ വന്ന സമയം ഞങ്ങൾ ഏകദേശം ഒരു 7 മണിയായപ്പോൾ വന്നു. ഇവിടെ നിന്ന് ക്യൂ നിന്നു, ചെക്ക് ഇൻ ലഗേജ് എല്ലാം കൊടുത്തു. പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലേ? ഇല്ലേ, നിൻ്റെ എത്രയൊക്കെയായിരുന്നു? 22 ജില്ല. ഞങ്ങളുടെ 2 പേർ 22 ജില്ലുവാനേ വന്നിട്ടുള്ളൂ. അപ്പം ബോർഡിംഗ് പാസ് എന്നിട്ട് നമുക്ക് നമ്മുടെ ലഗേജ് എല്ലാം കൊടുത്തു. ഇതിപ്പം എൻ്റെ ചെക്ക് ഇൻ ബാഗേജും ലാപ്ടോപ്പ് ബാഗും, ഇവിടെ ചെക്ക് ഇൻ ബാഗേജും ലാപ്ടോപ്പ് ബാഗും, പിന്നെ ഞങ്ങളുടെ കോട്ടും, പിന്നെ ക്യാബിൻ ലഗേജും, സോറി ഡൂഡ്, പിന്നെ ഞങ്ങളുടെ നെക്ക് പില്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പം എൻ്റെ ഒരു ബോർഡിംഗ് പാസ് കാണിച്ചേ. അപ്പം ഞങ്ങൾക്ക് 4 ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് കൊച്ചി ടു ലണ്ടൻ, കൊച്ചി ടു ഡൽഹി ടു ലണ്ടൻ, അങ്ങനത്തെ സീറ്റ് ലൊക്കേറ്റ് ആയിട്ടുണ്ട്. 0112, 0139, 0140. അപ്പം ഞങ്ങൾ അടുപ്പിച്ചുള്ള സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയല്ലേ? അതെ. അപ്പം പൊന്നല്ല സുന്ദരിയായിട്ട് ഞങ്ങളുടെ മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ, ഞങ്ങൾ സെയിം ജീൻസും. എന്താ അല്ലേ, ആൾക്കാരൊക്കെ നോക്കുമോ എന്തോ അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ചെക്കിൻ. ഇമിഗ്രേഷൻ ഇവിടെ ഇല്ല. നമ്മളിങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് പോകും. ആക്ച്വലി നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് നമ്മളെടുത്തല്ല, നമ്മളൊരു പാക്കേജായിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ ലഗേജ് ഒന്നും ഇല്ലേ ട്രാൻസ്ഫർ ആക്കണ്ട. എടുക്കേണ്ടി വരും അല്ലേ? ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോകുന്നത് നെക്സ്റ്റ് ഫ്ലൈറ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണെങ്കിൽ അവർ തന്നെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യും അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ ഇമിഗ്രേഷൻ ചെയ്യുന്നത് ഡൽഹിയിലല്ലേ? ഓക്കെ, അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നത്തെ യാത്രാ അനുഭവം അല്ലേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞങ്ങളിടുന്ന ഇതുപോലത്തെ രസകരമായ വീഡിയോസും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത പോകാൻ പോകുന്നത് സെക്യൂരിറ്റി ചെക്കിലേക്കാണ്. അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഇപ്പം പങ്കുവെക്കുക. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ UK വരാൻ ഞങ്ങളുടെ അളിയൻ ജെയ്സൺ അച്ഛനുണ്ട്. അതെ, അതായത് പൊന്നുവിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ? അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പോവാണ്. ഓണല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ചേച്ചിയുണ്ട്, പൊന്നുമുണ്ട്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചെക്കിൻ അവിടെ എഴുതി വെച്ചിരിക്കും. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഞങ്ങൾ ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത് GR ട്രാവൽസ് ത്രൂ ആണ് ഇന്നത്തെ. അപ്പം UK അതേപോലെ തന്നെ നാട്ടിലും നല്ല സർവീസസ് ഉള്ള ടീമാണ് GR ട്രാവൽസ്. അപ്പം 2 ടൈമിൽ, അതായത് 24 hours വർക്ക് ചെയ്യുന്നുണ്ട്. UK ടൈമും ഇന്ത്യൻ ടൈമിലും ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. 24 hours സർവീസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ടിക്കറ്റ് നോക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചീപ്പായിട്ടുള്ള ഫ്ലൈറ്റുകളും ഫ്ലൈറ്റ് ടൈമുകളും ഫ്ലൈറ്റ് ഡേറ്റ്സും കണ്ടുപിടിച്ച് അവർ നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ GR ട്രാവൽസ് ഇനി വരുന്ന സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് UK വരാനിരിക്കുന്ന സ്റ്റുഡൻസിന് ഒരു ഓഫറും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സെപ്റ്റംബർ ഇൻടേക്കിൽ നേരത്തെ ബുക്ക് ചെയ്യുന്നത് ലിമിറ്റഡ് ടൈം ഓഫറാണ്. നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ അവരെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ചില സെലക്ടഡ് ഡേറ്റ്സിൽ, അതായത് സെപ്റ്റംബർ ഒരു 15-20 മുമ്പുള്ള ഡേറ്റ്സിൽ UK വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ചീപ്പായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് സെപ്റ്റംബറിലേക്ക് UK വരാനിരിക്കുന്നവർ അവരെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഡീറ്റെയിൽസ്, വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്, അതേപോലെ പ്രൈവറ്റ് ചാനൽ ലിങ്ക് എല്ലാം കൊടുത്തേക്കാം. തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ വിളിച്ചാലും മതി. സോ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. UK നാട്ടിലോട്ട് വരേണ്ടവർക്കും നാട്ടിൽ നിന്ന് UK വരേണ്ടവർക്കും GR ട്രാവൽസിനെ കോൺടാക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് സെക്യൂരിറ്റി ചെക്കിലേക്കാണ്. ഒരുവിധപ്പെട്ട നമ്മുടെ സാധനം മൊത്തം ഇവിടെ അഴിച്ചെടുത്ത് പുറത്തിടേണ്ടി വരും. അതാണ് ഇവിടുത്തെ ഒരവസ്ഥ. അപ്പോൾ നമ്മളങ്ങോട്ട് പോകുന്നുണ്ട്. പൊന്നു എനിക്കൂടെ താടി ഒന്നും പറയണ്ട ഗൈസ്, ഞങ്ങൾ ആകെ ഓടിത്തളന്ന്. എന്താന്ന് പറ? എൻ്റെ ക്യാമറ ജിമ്പിൽ ഇവിടെ പെട്ടിക്കകത്തായിരുന്നു. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു എന്തോ കൊണ്ടുപോകാൻ പറ്റാത്ത എന്തോ സാധനം ചെക്കിൻ ബാഗേജിലുണ്ടെന്ന്. പിന്നെ അവസാനം ഞങ്ങൾ ഓടിപ്പിടിച്ച് ആ സാധനം ക്ലിയർ ചെയ്തു. എടുക്കേണ്ടി വന്നില്ലല്ലേ? എന്തോ അവർ പറഞ്ഞു, ഇവളാ പോയത്, എന്നെ കൊണ്ടുപോയില്ല, എന്തോ അവർ പറഞ്ഞു. തുറന്നു നോക്കിയിട്ട് പറഞ്ഞു ബാറ്ററി ഞാൻ DJയുടെ മൊബൈൽ 4 എൻ്റെ കയ്യിലുണ്ടായിരുന്നേ. അപ്പോൾ അതെന്തായാലും കൊടുത്തു വിട്ടു. ഇനിയിപ്പോൾ ഞങ്ങളകത്ത് ചെക്ക് ഇൻ ചെയ്യാൻ പോവാം. അങ്ങനെ ഞങ്ങളുടെ ചെക്കിനെല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിലോട്ട് പോകും അല്ലേ?
ഏടാ ഇവള് വാച്ചിനകത്ത് 10-15 മിനിറ്റ് ഫാസ്റ്റ് ആക്കി വെച്ചിട്ട് അവസാനം ഓട്ടമായിരുന്നു. ആകെ ടെൻഷനായിപ്പോയി. അച്ഛൻ ഓടി പിടിച്ച് വന്നപ്പോഴത്തേക്ക് 15 മിനിറ്റ് സ്ലോ ആയിരുന്നു മൊത്തത്തിൽ. ലണ്ടനിൽ ഇപ്പം നല്ല ചൂടാണെന്ന് പറയുന്നു, 30 ഡിഗ്രി ഒക്കെ ആണെന്ന് പറയുന്നു, അറിയത്തില്ല. ഞങ്ങളെന്തായാലും ഒരു ലെതർ ജാക്കറ്റൊക്കെ കയ്യിൽ ബാക്കപ്പിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലൈറ്റിനകത്തോട്ട് കയറാൻ പോവാം. കണ്ടോ സമയം ഇവിടെ രാത്രി 8:45 ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറുവാണ്. താങ്ക് യു. നമ്മൾ ഫ്ലൈറ്റാണ്, നമ്മൾ ഫ്ലൈറ്റിനകത്തോട്ട് കയറുക. നമസ്കാരം. സീറ്റ് നമ്പർ 18A. ബിസിനസ് ക്ലാസ് ആണോ? അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ബോർഡ് ചെയ്തേക്കാണ് ഡൽഹിക്ക്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണ്. ഇനി ഡൽഹിയിൽ നിന്നാണ് നമ്മുടെ ലണ്ടനിലുള്ള കണക്ഷൻ ഫ്ലൈറ്റ്. തീപ്പെട്ടിക്കൂട് പോലെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു തീരെ കുട്ടി ഫ്ലൈറ്റ് ആയതുകൊണ്ട് അധികം ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഡൽഹിയിൽ നിന്നുള്ള അടുത്ത മെയിൻ ഇൻ്റർനാഷണൽ യാത്രയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇവിടുന്ന് 2 മണിക്കൂർ ജേർണി ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വ്യൂ അല്ലേ ബാക്കിൽ കാണാൻ? നല്ല ഭംഗിയുണ്ട്. താഴ്ഭാഗമൊക്കെ കാണാൻ നല്ല കനല് കത്തിക്കിടക്കുന്ന പോലുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് ഉറങ്ങാം അല്ലേ? ഉറങ്ങാനുള്ള സമയമായി വരുന്നു. അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഉറങ്ങണം. ഇനി ഫുഡ് ആദ്യം വെയിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉറങ്ങണം എന്നുള്ളൊരു പ്ലാൻ ഇരിക്കും. ഫുഡ് വന്നതിൽ നമുക്കിപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ട്, കൂടെ പയറിൻ്റെ പോലെ എന്തോ ഒരു കറി പോലെ ഉണ്ട്. ആലു പരോട്ടയാണ് ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഇപ്പോൾ കൂടെ കിട്ടിയെന്ന് വെച്ചാൽ ഒരു കുപ്പി വെള്ളം വന്നിട്ടുണ്ട്. പിന്നെ എന്താ അത് കട്ട്ലറീസ് എടുത്തിട്ടുണ്ട്. കട്ട്ലറീസ് പറയുമ്പം എനിക്ക് സ്പൂണ് ഫോർക്ക് നൈഫ് കാര്യങ്ങളൊക്കെ. അത് തടിയുടെ ആട്ടെ അല്ല മെറ്റലിന്റെ ആണ്. അപ്പം എനിക്ക് ഇന്റർനാഷണൽ ഫ്ലൈറ്റിനകത്ത് സോൾട്ട്, പെപ്പർ, അതേപോലെ തന്നെ ഷുഗർ, പിന്നെ പാൽപ്പൊടി ഉണ്ട്, അതേപോലെ തന്നെ കേർഡ് ഉണ്ട്, പിന്നെ ഒരു ഡെസേർട്ടും ഉണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേക്ക് കസ്റ്റർഡൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിക്കുന്നത് ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്, ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ കറക്റ്റ് സമയത്ത് 12 മണിയാകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞു. 12 മണിയാകുമ്പോൾ തന്നെ എത്തി. അപ്പം ഞങ്ങൾ ബാഗേജ് കളക്ട് ചെയ്യാനൊന്നുമില്ല, നമ്മൾ ചെക്ക് ഇൻ ലഗേജുമായിട്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് പോന്നു? നല്ല ഉറക്കമായിരുന്നു. നല്ല കിടിക്കാച്ച് ഉറക്കം ഉറങ്ങി. നമ്മളെന്തായാലും ആകെ ആ ഒരു സമയത്തെ ബാഗേജിനകത്ത് നമ്മുടെ ജിമ്പലുണ്ടായിരുന്നതിൻ്റെ പേരിൽ അവന്മാർ നമ്മളെ വിളിപ്പിച്ചതിൻ്റെ പുറത്ത് കയറുന്നതിന് മുമ്പ് കുറച്ച് ടെൻഷനായി പോയിരുന്നു. സെക്യൂരിറ്റി ചെക്കിൻ്റെ കാര്യം ഞാൻ അന്നേരം പറഞ്ഞില്ല. സെക്യൂരിറ്റി ചെക്കിങ് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ വേറെ കാര്യം എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ലണ്ടനിൽ വെച്ച് സെക്യൂരിറ്റി ചെക്കിങ് പറഞ്ഞാൽ നമ്മൾ ഈ കൊണ്ടുവരുന്ന ബാഗ് ഏതാണോ അത് ചുമ്മാ ഒരു ബോക്സിനകത്താക്കി വെച്ചാൽ മതി. ഇവിടെ അല്ല വേണ്ട, ഞാൻ വന്നപ്പോൾ വേണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനം തുമ്പ് തുരുമ്പ് എല്ലാം എടുത്ത് പുറത്തിടണം. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് അവിടുന്ന് ഇവിടെയായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട്. ജയ്സൺ ചാ അതിവിടെ സാധനം താഴെ പോയി. അപ്പം അതാണൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മളിനിയിപ്പം ഇവിടുത്തെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഇമിഗ്രേഷനിലോട്ടാണ് പോകുന്നത്. ഇതുണ്ടോ, ഇവിടെ വിവിധമായ മുദ്രകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഇപ്പം ഇമിഗ്രേഷനിലോട്ട് പോവുക. അവിടെ നിന്ന് ട്രാൻസ്ഫർ. ഇപ്പം സമയം 12:45, ഞങ്ങൾക്ക് 2 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം ഇനിയിപ്പം ഇമിഗ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് പോയി ഫ്ലൈറ്റ് കയറാനുള്ള ടൈമേ ഉള്ളൂ ബേസിക്കലി. അപ്പം നമുക്ക് എന്തായാലും ഇമിഗ്രേഷനിൽ എന്താ അവസ്ഥ എന്ന് ഞാൻ പോയി കണ്ടിട്ട് പറയാം. നമ്മുടെ BRP പാസ്പോർട്ട് മാത്രം മതി. പിന്നെ നമ്മുടെ BRP പാസ്പോർട്ട് കയ്യിലില്ലേ? ഇല്ലേ? നീ അല്ലേടി എൻ്റെ ഡോക്യുമെൻ്റ് സൂക്ഷിപ്പുകാരി. ഓക്കെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും പാസ്പോർട്ടും BRP മാത്രം മതി. കോവിഡ് പാസ്പോർട്ട് പോലും വേണ്ടെന്നാണ് പറയുന്നത്. ബാക്കി നമുക്ക് എന്തായാലും നോക്കാം. ഞങ്ങളെത്തിക്കുന്നത് ഇവിടുത്തെ ഡൊമസ്റ്റിക് ടു ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ സെൻറ്ററിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇമിഗ്രേഷൻ നടക്കുന്നത്. അത്യാവശ്യം ആൾക്കാർ ക്യൂ ഉണ്ട്. ഡൊമസ്റ്റിക് വന്നിറങ്ങിയിട്ട് ഡൽഹിയിൽ നിന്ന് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് പിടിക്കുന്നവർ, അത് കാനഡയിലോട്ടുണ്ട്, ഓസ്ട്രേലിയയിലോട്ടുണ്ട്, പിന്നെ UK ഉണ്ട്, വാഷിങ്ടണിലുണ്ട്. അതെ, വാഷിങ്ടൺ ആണെന്ന് നമ്മളോട് ചോദിച്ചായിരുന്നു. വാഷിങ്ടണാണ്. എന്തായാലും ഇവിടെ നമുക്ക് ഇമിഗ്രേഷനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാണിച്ചടി, നമ്മുടെ BRP ഉണ്ട്, പിന്നെ പാസ്പോർട്ടുണ്ട്, ബോർഡിംഗ് പാസ് ഉണ്ട്. ഇത്രയും മാത്രം മതിയാവും. ഒരുറക്കം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുക. എന്തായാലും ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഉറക്കം കൂടെ ഉണ്ട്. ഞാൻ ഇവിടെ എന്താ ചോദിക്കുന്നതെന്ന് ഞാൻ കയറിയിട്ട് പറഞ്ഞുതരാം. അങ്ങനെ നമ്മുടെ
ഇവിടുത്തെ ഡൽഹിയിലുള്ള ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇമിഗ്രേഷനിൽ അധികം കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. നമ്മുടെ BRP പാസ്പോർട്ട് മാത്രം മതി. ഈവൻ കോവിഡ് പാസ്പോർട്ട് പോലും വേണ്ട, അല്ലെങ്കിൽ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ RT-PCR ഒന്നും വേണ്ട. ഇനിയിപ്പോൾ UK പോകുന്നവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിസയും പാസ്പോർട്ടും മാത്രം മതി. വളരെ ഈസി പ്രോസസ്സായിരുന്നു. ജസ്റ്റ് സാധനം കണ്ടു, സ്റ്റഡി പർപ്പസിനാണോ പോകുന്നത് ചോദിച്ചു, സ്റ്റാമ്പ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഗേറ്റ് നമ്പർ 8 നമ്മുടെ ഡൽഹിയിൽ നിന്നുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലഗേജ് കളക്ട് ചെയ്യേണ്ട, ഓട്ടോമാറ്റിക് ട്രാൻസ്ഫറാണ് ലഗേജ്. അപ്പോൾ ഡ്യൂട്ടി ഫ്രീ ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ ഡ്യൂട്ടി ഫ്രീ കയറാനുള്ള സമയമില്ല, ഇപ്പോൾ തന്നെ 1:30 2 മണിക്ക് അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഗേറ്റ് നമ്പർ 8 കയറാൻ പോവാം. നല്ല അടിപൊളി എയർപോർട്ട് കേട്ടോ കാണാൻ. ഉണ്ടോ, ഇൻറ്റീരിയറെല്ലാം കാണാൻ നല്ല അന്യായ ലുക്കുണ്ട് കണ്ടോ. ഇതിനകത്ത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ ഏരിയ ആണെങ്കിലും അതേപോലെ തന്നെ ഇവിടുത്തെ ഷോപ്സിൻ്റെ ഏരിയ ആണെങ്കിലും അന്യായ ലുക്കാണ്. ഗേറ്റ് 1 to 26 നേരെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. കടകളൊക്കെ കാണാനേ നല്ലൊരു ആംബിയൻസ്. നമ്മുടെ കൊച്ചി എയർപോർട്ട് ആയിട്ട് കമ്പയർ പോലും ചെയ്യാൻ പറ്റത്തില്ല. കിടുക്കാച്ചി എയർപോർട്ട് കേട്ടോ. എന്തായാലും ഇനി ഗേറ്റ് നമ്പർ 8 നമുക്ക് പോകേണ്ടത്. പിന്നെ ഇഷ്ടപ്പെട്ടോ ഡൽഹി എയർപോർട്ട്? സ്ഥിരവും നീ ഫസ്റ്റ് ആണോ ബാംഗ്ലൂർ വഴിയില്ലേ പോയി? നീ എത്ര തവണ പോയിട്ടുണ്ട്? 2 തവണ. ഇത് ഇപ്പം 2ാമത്തെ തവണ അല്ലേ? എന്താല്ലേ പാവമുന്നു 2ാമത്തെ പ്രാവശ്യമായിരുന്നു അല്ലേ? പക്ഷെ അടിപൊളി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്തോ ഒരു ദിവസം മൊത്തം കറങ്ങി അടിച്ച് കിടക്കുമായിരുന്നോ? ഓക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ലേ ഓവർ ഡൽഹിയിൽ ഇതുപോലെ കുറേ ടൈം വന്നാലും വിഷമിക്കാനില്ല. കാരണം അതിന് മാത്രം കണ്ട് എക്സ്പ്ലോർ ചെയ്ത് നടക്കാനും മാത്രമുണ്ട്. നമ്മൾ വലിയൊരു ഷോപ്പിംഗ് മാളിൽ വന്നൊരു ഫീലാണ്. ഈവൻ ലുലു മാളിൻ്റെ അത്രയൊക്കെ സൈസ് ഉണ്ടോ? ഇല്ലേ? അല്ല, ഇവിടുത്തെ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ വലിപ്പം എന്നാലും എനിക്ക് അത്രയും തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു കുറേ സമയം, ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒരു അര ദിവസമോ എത്ര മണിക്കൂറുണ്ടായിരുന്നു? ഇപ്പോൾ ഒരു 12 മണിക്കൂർ മുകളിൽ ലെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ടെൻഷൻ ആവണ്ട. അവിടെ അധികം പോസ്റ്റ് കിട്ടത്തില്ല. കാണാനും എൻജോയ് ചെയ്യാനുള്ള സാധനങ്ങളും ഉണ്ട്. കിടന്നുറങ്ങാനും ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ആണല്ലേ? ഓക്കെ. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഞങ്ങളിപ്പോൾ അടുത്ത ഫ്ലൈറ്റ് കയറിയിട്ട് കാണാം. നമ്മളിപ്പോൾ ഗേറ്റിൽ നമ്മുടെ ബോർഡിംഗ് പാസ് കൊടുത്ത് നമ്മൾ ഗേറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സാധനം എല്ലാം കൊടുത്ത് ഇവിടെ മാത്രം ഡൽഹിയിൽ മാത്രം നമ്മുടെ ചെക്കിൻ ലഗേജ് ഇത് കണ്ടോ. ഈ ലഗേജിൻ്റെ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് പുള്ളി പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ചിലപ്പോൾ തൂക്കി നോക്കാം, നോക്കാതിരിക്കാം. അതെ, പൊക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും. എന്താ വെച്ചാൽ നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിലെ നമ്മുടെ ലണ്ടൻ ഫ്ലൈറ്റിനകത്തോട്ട് കയറുവാണ്. അതറിയില്ല. ഇപ്പം ഞങ്ങൾക്ക് 2:45 ഫ്ലൈറ്റ്. ഇപ്പം 2:11 ആയതേ ഉള്ളൂ. അവർ ഫൈനൽ കോൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചത്. എനിക്കൊന്ന് ബാക്കിയുള്ളവരെല്ലാം അതിനകത്ത് കയറി ഇരുന്നിട്ടുണ്ടാവും. എന്നായാലും നമ്മളിവിടെ അകത്തോട്ട് കയറുക. ഫ്ലൈറ്റിനാകും. ഫ്ലൈറ്റിൻ്റെ പുറംവശം ഒരുവിധപ്പെട്ട എല്ലാവരും ഇതിനകത്ത് ഫ്ലൈറ്റിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇല്ല, ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. സീറ്റാണ്. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന സീറ്റ് ഈ സൈഡിൽ. അപ്പോൾ നമുക്ക് ഇപ്പം ഞങ്ങൾ ഇവർക്ക് സൈഡിൽ വിൻഡോ സീറ്റ് കിട്ടി. ഇവിടെ കൊച്ചു പിള്ളേർക്ക് സൈഡ് സീറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഇപ്പുറത്ത് മാറിയിരുന്നു. അപ്പം സമയം ഇപ്പം 2:20 2:45 അമ്മ ഫ്ലൈറ്റ് നിന്ന് പുറപ്പെടും. നാളെ രാവിലെ ലണ്ടനിൽ എത്ര മണിക്ക് എത്തോടി? 7:30 രാവിലെ 7:30 ആകുമ്പോൾ എത്തും. അപ്പം ഞങ്ങൾ ഏറ്റവും ബാക്ക് സൈഡിലായിരിക്കും. അത് ബാക്ക് ചെയ്തുണ്ട്. ഞങ്ങളുടെ ബാക്കിൽ പിന്നെ ടോയ്ലറ്റാണ്. ഞങ്ങളുടെ തൊട്ട് ബാക്കിൽ ഇല്ല, മണമൊന്നുമില്ല. അപ്പം ഫ്രണ്ട് ഭാഗം കണ്ടോ? അതെ, നമ്മൾ കുറച്ച് ലേറ്റായി. കാരണം ഡൊമസ്റ്റിക് കഴിഞ്ഞിട്ട് കയറി വരുന്നില്ല. അപ്പോൾ അതൊരു സമയം. പിന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ കറൻ്റ് വർക്ക് ചെയ്യത്തില്ലായിരുന്നു. ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തുള്ളായിരിക്കും. അപ്പോൾ ജോയിസ്റ്റിക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. മറ്റേ അത്ര കൺജസ്റ്റഡ് അല്ല അല്ലേ? സത്യം പറഞ്ഞാൽ മറ്റേ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ തീരെ സ്പേസ് ഇല്ല. ഇതിനകത്ത് അത്യാവശ്യം ലെഗ് ഇതുണ്ടോ, മുട്ടിടിക്കാത്ത രീതിയിലുള്ള ലെഗ് സ്പേസ് ഉണ്ട്. മറ്റേതിനകത്ത് കയറിയിട്ട് ഇവിടെ വന്നുകൊണ്ട് ഇത് കുറച്ച് ലക്ഷറിയാണ്. അപ്പം ഇനിയിപ്പോൾ ഫുഡുണ്ടോ അറിയത്തില്ല. ഇപ്പോൾ പകല് 2:30. അപ്പം ഇനി UK വരുന്നവർ ഇത് നോക്കുക.
സപ്പറിന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ റോളും അതേപോലെ തന്നെ പൊട്ടറ്റോ വെഡ്ജസുമാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു നോർമൽ ഡെസേർട്ട് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ചെറിയ സാൻഡ്വിച്ച്, പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഒരു ഉപ്പ് വെള്ളം മാത്രമേ ഉള്ളൂ. സെയിം സാധനങ്ങളെല്ലാം ഉണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ഉണ്ട്, ഒരു ചിക്കൻ സോസേജ്, പിന്നെ കോണിൻ്റെ എന്തോ ഉള്ളിലേക്ക് ഇട്ടിട്ട് എന്തോ ഒരു സാധനം, പിന്നെ ഒരു ജ്യൂസ് കൂടെ കിട്ടിയിട്ടുണ്ട് മിക്സ് ഫ്രൂട്ടിൻ്റെ, പിന്നെ യോഗട്ട് ഉണ്ട്, ഫ്ലേവേർഡ് യോഗട്ട് സ്ട്രോബെറിയുടെ, പിന്നെ കിട്ടിയ ഒരു ക്രോസൻ ഉണ്ട്, അത് പ്ലെയിൻ ആണ്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ഉണ്ട്, ജാമും ഉണ്ടായിരുന്നു എൻ്റെ അകത്ത്, പിന്നെ കെച്ചപ്പ് ഉണ്ട്, പിന്നെ ഒരു കുപ്പി വെള്ളം, പിന്നെ നോർമൽ നമ്മുടെ കട്ട്ലറീസും ചായക്ക് വേണ്ടിയിട്ട് സാധനങ്ങള്, പിന്നെ സോൾട്ട് പെപ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയാണ്. രാവിലെ അത്യാവശ്യം നല്ല ഒരു ക്ലൈമറ്റ് ഉള്ള സമയമാണ്. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എത്താറായിരിക്കും ഞങ്ങൾ. അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് എത്തി. ജസ്റ്റ് ലാൻഡിങ്ങിന് ടൈമാണ്, ജസ്റ്റ് 5 മിനിറ്റ്സ് ഉള്ളൂ. അതെ, ഒരു 5 മിനിറ്റ്സ് ഇല്ല, അതിൽ താഴെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നല്ല ഉറക്കം ഉറങ്ങി. രാത്രിയാവുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ഉറക്കമായിരുന്നു ഇല്ലേ, അടിപൊളി ഉറക്കമായിരുന്നു. പിന്നെ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ ഈ സാധനം നമ്മുടെ നെക്ക് പില്ലോ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. ഞാൻ ഫസ്റ്റ് നല്ല കംഫർട്ടബിളായിട്ട് ഉറങ്ങണമെങ്കിൽ നെക്ക് പില്ലോനെ വാങ്ങിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നെക്ക് പില്ലോ വാങ്ങിക്കാൻ തന്നല്ലേ, ഇവിടെ വന്നപ്പോഴും ഞാൻ വന്നപ്പോഴും നെക്ക് പില്ലോ ഇല്ലാതെ വന്നത്. പക്ഷേ നെക്ക് പില്ലോ അടിപൊളിയാണ്. ഫസ്റ്റ് ടൈം വരുന്നവരൊക്കെ, സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചുകൊണ്ട് വരിക. ഇപ്പോൾ നോക്കിയാൽ ലണ്ടൻ്റെ അഗ്രികൾച്ചറൽ ഏരിയാസും അതേപോലെയുള്ള സ്ഥലങ്ങളാണ് ബാക്കി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് ഇല്ല, 2-3 മിനിറ്റ് ഇപ്പോൾ ഞങ്ങൾ ലാൻഡ് ചെയ്യും. ലണ്ടൻ്റെ തൊട്ട് മുകളിൽ കൂടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പൊന്നു ഹാപ്പിയാണോടി? ഹാപ്പിയാണോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ നാട്ടിൽ പോയിട്ട് വന്നതിൻ്റെ ഒരു വിഷമം നല്ല രീതിയിലുണ്ട് കേട്ടോ. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം വന്നതിൽ അത്രയും ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ അത്ര ഇല്ലേ, സങ്കടമാണ് മുന്നിൽ നിൽക്കുന്നത്. എന്നാലും ഞങ്ങൾ ഒന്നിച്ചുള്ളതുകൊണ്ട് പിന്നെ കുറച്ചുകൂടെ ഒരു റിലാക്സേഷൻ ഉണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങുന്ന ലാൻഡിങ് വീഡിയോ കാണിച്ചു തരാം. നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം 7 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് 7:15 ഇവിടെ എത്തി. ഏകദേശം പറഞ്ഞിട്ട സമയത്ത് തന്നെ എത്തി. അപ്പോൾ നമ്മൾ ഇമിഗ്രേഷനിലോട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇമിഗ്രേഷനാണ് കേട്ടോ. ഇമിഗ്രേഷനിലോട്ട് പോകുന്ന ഡയറക്ഷനാണ്. അപ്പോൾ നമ്മൾ ക്യൂ നിൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം സ്പീഡിൽ അങ്ങോട്ട് നടക്കുക. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം ക്യൂ നിൽക്കാതെ തന്നെ ഇമിഗ്രേഷൻ പോകും. അപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ UK എത്തിക്കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ ഇമിഗ്രേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം കോംപ്ലിക്കേഷൻ ഇല്ലാതെ പെട്ടെന്ന് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇമിഗ്രേഷൻ എന്നുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറയാം. റീ എൻട്രി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള, അപ്പം നമ്മൾ റീ എൻട്രി ചെയ്യുമ്പോൾ നമ്മളോട് എന്തൊക്കെ ചോദിച്ചെന്നുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് UK ഇമിഗ്രേഷൻ ബോർഡറിലാണ്. ഇത് തന്നെ ഇവിടെ നോക്കി കാണാം, UK ഇമിഗ്രേഷൻ ബോർഡറിലാണ്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഇമിഗ്രേഷൻ ഓഫീസറിനെ കാണണം, കാര്യങ്ങൾ സംസാരിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഇത് പൊന്നും സാധനങ്ങളൊക്കെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വീട്ടുകാരെ വിളിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ വീട്ടുകാരെല്ലാം വിളിച്ചിറങ്ങും. അപ്പോൾ ഇനിയിപ്പം ഞങ്ങളുടെ ഈ സിം ഉണ്ടായിരുന്നു, ഇവിടുത്തെ ഓൾറെഡി UK സിം ഉണ്ടായിരുന്നുകൊണ്ട് നെറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഇറങ്ങിയ ഉടനെ തന്നെ വിളിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ UK ബോർഡറിൽ പാസ്പോർട്ടും BRP മാത്രം മതിയെന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും കയറി നോക്കിയിട്ട് പറയാം ഡീറ്റെയിൽസ്. ഞങ്ങൾ ബാഗേജ് സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തു. അപ്പം പണി കിട്ടിയ വള്ളി ഞാൻ പറഞ്ഞില്ല നേരത്തെ, എൻ്റെ പേഴ്സ് കളഞ്ഞു പോയായിരുന്നു. അത് ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായിരുന്നില്ല. ഫ്ലൈറ്റ് വെച്ച് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഇതുണ്ടോ ബാഗേജ് എൻക്വയറീസ് ആണ്. നമ്മൾ വരുന്നത് ഈ 8 എന്ന് പറഞ്ഞ ഈ സ്ഥലത്താണ് നമ്മുടെ സാധനങ്ങളെല്ലാം വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുണ്ട് എയർ ഇന്ത്യക്കും അതേപോലെയുള്ള കുറേ ഫ്ലൈറ്റുകൾക്ക് കുറേ ഫ്ലൈറ്റുകളുണ്ട്. ഇല്ല എയർ അൽജീരിയ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എയർ മാരിറ്റസ്, എയർ സീബ. അപ്പോൾ അവിടെ എഴുതി വെച്ചിരുന്ന അത്രയും എയർ സർവീസുകളുടെ ബാഗേജ് എൻക്വയറീസ് ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ചോദിച്ചു. ഇവിടെ ഇന്ത്യക്കാരനൊരു ചങ്ങാതി തന്നെ ഇരുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞ് 2 മണിയാകുമ്പോഴത്തേക്ക് പേഴ്സ് കണ്ടു കിട്ടി. അവർ വിളിച്ച് ചോദിച്ചു എയർ ഇന്ത്യ അവിടെ ഫ്ലൈറ്റിലുള്ള ആൾക്കാർ നോക്കിയിട്ട് പേഴ്സ് കണ്ടുപിടിച്ചു. പിന്നെ അവർ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. 2 മണി വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, 2:30 വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് സാഡ് സീൻ ഇറക്കിയപ്പോഴത്തേക്ക് അതെ, ഞങ്ങളിപ്പോൾ ലണ്ടനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ലീഡ്സ് ഭാഗത്തോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതുകൊണ്ട് അതെ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഞങ്ങൾക്ക് 11:30 ഫ്ലൈറ്റ് ഉണ്ടെന്ന്, അല്ല ബസ് കയറാനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ അവസാനം പോയിട്ട് നമ്മുടെ സാധനം എടുക്കാൻ വേണ്ടി ഈ ചേട്ടൻ ഡയറക്റ്റ് പോയി. സാറിന് എയർ ഇന്ത്യയിലെ സ്റ്റാഫുകൾ വരുമ്പോഴാണ് കൊണ്ടുവരുന്നത്. ഈ ചേട്ടൻ
കറക്റ്റ് പോയി സാധനം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. മനസാക്ഷിയുള്ളവരാണ്, ദേശസ്നേഹം. അപ്പം ആ ചേട്ടൻ എന്തായാലും നമുക്ക് വേണ്ടി ഇപ്പോൾ എടുക്കാൻ പോയിട്ടുണ്ട്. നല്ല മനുഷ്യനല്ലേ? അപ്പം വലുതായിട്ടൊന്നും ഇല്ല. മെയിനായിട്ടുള്ള ഞാൻ ഇവിടുന്ന് UK പോകുന്നതിന് മുമ്പ് എൻ്റെ പേഴ്സിൽ നിന്ന് ഒരാൾ അടിച്ചു മാറ്റി കൊണ്ടുപോയതുകൊണ്ട് എൻ്റെ ഡെബിറ്റ് കാർഡും ഒന്നും പ്രത്യേകിച്ച് പോകാനില്ല. അതെ, ഒരു ഡെബിറ്റ് കാർഡ് കൂടെ ബാക്കിയുണ്ടായിരുന്നു, അതിപ്പോൾ പോയനായിരുന്നു. എൻ്റെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും എല്ലാം നേരത്തെ പോയതാണ്. അപ്പോൾ എനിവേ ഇപ്പോൾ എന്തായാലും നമ്മുടെ പേഴ്സ് കിട്ടിയിട്ടുണ്ട്, സന്തോഷം. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ നമ്മൾ ബസ് കയറിയാണ് ലക്ഷ്യം പോകുന്നത്. അതെ, അതുപോലെ ഇനി വരുന്നവരാണെങ്കിലും നിങ്ങളുടെ ബാഗേജ് മിസ്സായി പോയാലും നിങ്ങളുടെ വാലറ്റ് പോലത്തെ സാധനങ്ങൾ മിസ്സായി പോയാലും ഈ ബാഗേജ് എൻക്വയറി ക്ലെയിം സെൻറ്ററിൽ വന്ന് നിങ്ങൾ റീക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഞങ്ങളുടെ യാത്രാനുഭവങ്ങൾ. കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ ലണ്ടനിലെത്തി നിൽക്കുന്നു. ബസ്സൊക്കെ പിടിച്ച് തിരിച്ച് പോകണം. അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങൾ ഇതുപോലെ ഇടുന്ന രസകരമായ വീഡിയോസ്, അതേപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പം ഇനിയൊരു വീഡിയോയിലാണ്. ഇനിയൊരു വീഡിയോയിലാണെന്നവരെ ഗുഡ് ബൈ.